നമസ്കാരം. പത്തനംതിട്ട റാന്നിയിൽ ആൾക്കൂട്ടം 58കാരനെ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു. റാന്നി സ്വദേശിയായ വർഗീസ് മാത്യു എന്ന ബിജുവിനെയാണ് കെട്ടിയിട്ട് അതിക്രൂരമായി ആൾക്കൂട്ടം മർദ്ദിച്ചത്. ക്രൂരമായി മർദ്ദനമേറ്റ് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മർദ്ദനത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമം വഴി പ്രചരിക്കുന്നത്. ദൃശ്യങ്ങൾ പോലീസ് കാണാനിടയാകുകയും അങ്ങനെ ഇത് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാവുകയും ചെയ്യുകയുമായിരുന്നു. മോഷണക്കുറ്റം ആരോപിച്ചാണ് ഒരു സംഘം ആളുകൾ വർഗീസിനെ പിടികൂടി ക്രൂരമായി ഉപദ്രവിച്ചത്. എന്നാൽ താൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് ഇദ്ദേഹം നിലവിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ മർദ്ദനമേൽക്കുന്ന വർഗീസ് മാത്യു എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചില സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ രാത്രികാലങ്ങൾ ഉണ്ടാവുന്നു എന്ന പരാതി നേരത്തെ തന്നെ കിട്ടിയതായി പോലീസ് പറയുന്നു. പൊതുപ്രവർത്തകരടക്കം ഇയാൾക്കെതിരെ പരാതി ഉന്നയിച്ചതുമാണ്. അങ്ങനെ ഈ പരാതിയിൽ അന്വേഷണം മുന്നോട്ട് പോകവെയാണ് പോലീസ് സമൂഹ മാധ്യമങ്ങൾ വഴി ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്നത്. ഉടൻ തന്നെ പോലീസ് ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിലൊരാളെ മർദ്ദിച്ചുവെന്ന് അറിയുകയും ക്രൂരമായി മർദ്ദനമേറ്റ ആളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെന്നും അറിയാൻ സാധിച്ചു. പോലീസ് അവിടെ എത്തി മർദ്ദനമേറ്റ ആളുടെ മൊഴിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാതിയില്ലെന്നാണ് അയാൾ പറഞ്ഞത്. എന്നാൽ ക്രൂരമായ മർദ്ദനമേറ്റിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ പോലീസ് സ്വമേധയാ കേസെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കൈകൾ പിന്നോട്ട് കെട്ടിയിട്ട ശേഷമാണ് ആൾക്കൂട്ടം ക്രൂരമായി ഇയാളെ മർദ്ദിച്ചത്. വർഗീസ് മാത്യുവിനെ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന പ്രധാന പ്രതികളെ പോലീസ് വീഡിയോ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അക്രമികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാൻ റാന്നി പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റ വർഗീസ് മാത്യു നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സയിലാണ്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ